സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയെ എന്നറിയാം. രാവിലെ 9:30 ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ UPSC ചുരുക്കപ്പട്ടികയിൽ നിന്നും ഒരാളെ സർക്കാർ തീരുമാനിക്കും. റവാഡ ചന്ദ്രശേഖരനാണ് മുൻതൂക്കം. നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറായ നിതിൻ അഗർവാൾ, കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ക്യാബിനറ്റ് പദവിയോടെ ഡെപ്യൂട്ടേഷനുള്ള റവാഡ ചന്ദ്രശേഖർ, അഗ്നിരക്ഷാ സേനാ മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് UPSC ചുരുക്കപ്പട്ടികയിലുള്ളത്. ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ പിൻഗാമി റവാഡ ചന്ദ്രശേഖർ ആകുമെന്നാണ് സൂചനകൾ. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറായ റവാഡ ചന്ദ്രശേഖരനോട് ഇന്ന് കേരളത്തിലെത്താനുള്ള അനൌദ്യോഗിക നിർദ്ദേശം നൽകിയതായാണ് സൂചന. റവാഡ ചന്ദ്രശേഖർ കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. നിലവിലെ പോലീസ് മേധാവി ദർവേസ് സാഹിബ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പിന്തുണ റവാഡ ചന്ദ്രശേഖരനുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രത്തിൽ നിന്നെത്തി കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നയാളാകും റവാഡ ചന്ദ്രശേഖർ. എന്നാൽ CPIM പ്രവർത്തകരുടെ ജീവനെടുത്ത കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനെന്ന ചരിത്രം തിരിച്ചടിയായുണ്ട്. ഈ രാഷ്ട്രീയ കാരണത്താൽ എതിർപ്പുയർന്നാൽ മാത്രമേ മറ്റൊരാലോചനയിലേക്ക് സർക്കാർ കടക്കൂ. പിന്നീട് UPSC പട്ടികയിലെ സീനിയറായ നിതിൻ അഗർവാളിനും പട്ടികയ്ക്ക് പുറത്തുനിന്നൊരാളെ തീരുമാനിച്ചാൽ മനോജ് എബ്രഹാമിനുമാണ് സാധ്യത. യോഗേഷ് ഗുപ്തയോട് സർക്കാരിന് താൽപ്പര്യമില്ലെന്നാണ് വിവരം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇന്ന് ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തീരുമാനമറിയിക്കും. 24 തിരുവനന്തപുരം.